കഴിഞ്ഞ ദിവസമാണ് കോട്ടയം കുമാരനെല്ലൂരിൽ 62 വയസ്സുള്ള ഓമന രാജേന്ദ്രൻ എന്നൊരു അമ്മ മരണപ്പെട്ടത്. അവരുടെ വീട് കുമാരനെല്ലൂർ മക്ക മസ്ജിദിന് സമീപത്തുള്ള ഒരു ഇടവഴിയിലൂടെ പോയിട്ട് ഒരു വാടക വീട്ടിലായിരുന്നു അവർ താമസം. മരണപ്പെട്ട ശേഷം ആ വാടക വീട്ടിലേക്ക് ആ ഇടവഴി വഴി ഫ്രീസറോ അല്ലെങ്കിൽ സ്ട്രക്ചറോ ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവർ നേരിട്ടത്. മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന നിരവധി വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും കാണുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് കോട്ടയം കുമാരനെല്ലൂരിൽ നിന്ന് മനുഷ്യനെ ഐക്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട്, സാഹോദര്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഒരു മരണവാർത്തയാണെങ്കിൽ പോലും ഓമന രാജേന്ദ്രൻ എന്ന അമ്മയുടെ മരണം ഒരു സാമൂഹിക ഐക്യത്തിന്റെ പ്രതീകമായി മാറുന്നതും. 2 ദിവസം മുൻപാണ് ഓമന രാജേന്ദ്രൻ എന്ന 62 വയസ്സുള്ള ആ അമ്മ മരണപ്പെട്ടത്. കുമാരനെല്ലൂർ മക്ക മസ്ജിദ് എന്ന മുസ്ലിം ആരാധനാലയത്തിന്റെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അവർ. ഇവരുടെ വീട്ടിലേക്ക് ഒരു കൃത്യമായിട്ട് വഴിയില്ല, ചെറിയൊരു ഇടവഴിയാണ്. അതുവഴി ഫ്രീസറോ സ്ട്രക്ചറോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഓമന രാജേന്ദ്രൻ എന്ന അമ്മയുടെ മരണത്തിന് ശേഷം അവരുടെ ബന്ധുമിത്രാദികൾ. ഏത് രീതിയിലാണ് പൊതുദർശനത്തിന് ഇത് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ അവർ നിൽക്കുമ്പോഴാണ് മക്ക മസ്ജിദിന്റെ ഭാരവാഹികൾ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നത്. പൊതുദർശനം വേണമെങ്കിൽ സമീപത്തുള്ള പള്ളിയുടെ മദ്രസ ഹാളിൽ വെക്കാമെന്നും ഓമന അമ്മയുടെ മരണശേഷമുള്ള മതാചാരങ്ങൾ അവിടെ വെച്ച് പാലിക്കാമെന്നും വളരെ മാതൃകാപരമായിട്ടാണ് ആ പള്ളി കമ്മിറ്റിക്കാർ പ്രതികരിച്ചത്. എന്തായാലും മാതൃകാപരമായ ഒരു തീരുമാനമാണ് കോട്ടയം കുമാരനെല്ലൂർ മക്ക മസ്ജിദ് ഭാരവാഹികൾ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യർക്കിടയിൽ വെറുപ്പ് കുത്തിവെച്ച് മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിൽ അകറ്റി, മതത്തിന്റെ പേരിൽ സഹോദര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു മാതൃകാ പ്രവർത്തനവുമായി കുമാരനെല്ലൂർ മക്ക മസ്ജിദ് ഭാരവാഹികൾ എത്തിയത് എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന ആളുകളുടെ മുന്നിൽ കുമാരനെല്ലൂർ മക്ക മസ്ജിദ് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഈ സംഭവം മതമൈത്രിയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ കുടുംബത്തിന് തുണയായത് മക്ക മസ്ജിദ് ഭാരവാഹികളാണ്. ആ മസ്ജിദിന്റെ പരിസരമാണ്. ആ അമ്മ അന്തിയുറങ്ങിയത്, ആ അമ്മയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത് ആ പള്ളിമുറ്റത്താണ്. അവിടെ രാമനാമം മുഴങ്ങി, ഹൈന്ദവ പ്രാർത്ഥനകൾ മുഴങ്ങി, ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യർ ഒന്നിച്ചു. മരണപ്പെട്ട ഓമന രാജേന്ദ്രൻ എന്ന അമ്മയ്ക്ക് ആദരാഞ്ജലികൾ. ഇത്തരം സംഭവങ്ങൾ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണ് തുറപ്പിക്കുമെങ്കിൽ തുറക്കട്ടെ. ഏതൊരു മതത്തിന്റെയും അടിസ്ഥാനം പരസ്പര സാഹോദര്യവും സ്നേഹവുമാണെന്ന് ഒരിക്കൽ കൂടി മക്ക മസ്ജിദും ഓമന രാജേന്ദ്രന്റെ ബന്ധുക്കളും നമ്മളോട് പറയുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.